കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. കോഴിക്കോട്ട് UDF ജമാഅത്തെ ഇസ്ലാമി സഖ്യം സജീവം. സഖ്യം സ്ഥിരീകരിച്ച് KPCC അംഗം KT ജെയിംസിന്റെ ശബ്ദരേഖ കൈരളി ന്യൂസ് ലഭിച്ചു. കുറ്റ്യാടി ബ്ലോക്ക് പഞ്ചായത്തിലടക്കം ധാരണയായി. മരുതോങ്കര ഡിവിഷൻ വെൽഫെയർ പാർട്ടിക്ക് നൽകുമെന്ന് ജെയിംസ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. മരുതോങ്കര ഡിവിഷൻ അതിൽ ബ്ലാങ്കറ്റ് അങ്ങോട്ട് തന്നത് ഞാനിവിടെ വെൽഫെയറുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അവർ വെൽഫെയറിന് വേണം സീറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പേര് ഇവിടെ നമ്മൾ തരും. അത് മരുതോങ്കര മാത്രമുള്ള കിഴക്കൻ ഡിവിഷനാണ്. കിഴക്കൻ അത് ഇവിടെ നിന്ന് ചെയ്തോളും, പേര് തരും, ആ പേരും കൊണ്ട് തരും. ഇന്ന് വെൽഫെയറിൻ്റെ വിവരം കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയതിന് ശേഷം അവർക്കില്ലെങ്കിൽ ഒരു പേര് തരും. കാരണം കൊണ്ട് അത് ഒഴിവാക്കിയിട്ടങ്ങ് തന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുകയാണ്. PV കുട്ടൻ, കഴിഞ്ഞ ദിവസം ചെന്നിത്തല നടത്തിയ രഹസ്യ സന്ദർശനങ്ങൾ, യോഗങ്ങളൊക്കെ വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരുതോങ്കരയിൽ നിന്നുള്ള ഒരു സഖ്യത്തിൻ്റെ ധാരണ പുറത്തു വരികയും ചെയ്യുന്നത്. എന്താണ് ജെയിംസ് ശബ്ദ സന്ദേശത്തിൽ DCC അധ്യക്ഷനോട് പറഞ്ഞത്? വളരെ കൃത്യമായി തന്നെ UDF ജമാഅത്തെ സഖ്യം മറനീക്കി പുറത്തു വരികയാണ്. സിജു, കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി UDFും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും തമ്മിൽ സഖ്യം, പ്രത്യേകിച്ച് കോഴിക്കോട് വടക്കൻ മേഖലകളിലാണ്, കോഴിക്കോടാണ് കൂടുതലായി ആ സഖ്യം ഉണ്ടായിരുന്നത്. പല പഞ്ചായത്തുകളിലും വലിയ വിപുലമായ സഖ്യമുണ്ടായിരുന്നു. കോഴിക്കോടും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും സഖ്യമുണ്ട്. ഇത്തവണയും അങ്ങനെ സഖ്യമായിട്ട് തന്നെ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് UDFും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഉള്ളത്. പക്ഷേ ഇതൊരു വലിയ വിവാദമാകുമെന്ന് കണ്ടതോടുകൂടി തന്നെ ഇതിനെ മറ്റു രീതിയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റാണ് വെൽഫെയർ പാർട്ടിയുമായി ഒരു സഖ്യവുമില്ല എന്ന് പ്രസ്താവിച്ചത്. പക്ഷെ അതിന്റെ തൊട്ട് പിന്നാലെ നമുക്കറിയാം മലപ്പുറത്തെ പല പഞ്ചായത്തുകൾക്കകത്തും സഖ്യമുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്നാൽ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായ തെളിവ്, ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ തെളിവ് സഹിതമാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത്. KPCC അംഗം, കോഴിക്കോട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. KT ജെയിംസിന്റെ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതിനകത്ത് അവർ വളരെ കൃത്യമായി തന്നെ KT ജെയിംസ് പറയുന്നുണ്ട്. അദ്ദേഹം KPCC അംഗമാണ്. കോഴിക്കോട് ജില്ലയിലെ KPCC മെമ്പർമാരുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനാണ് ഇദ്ദേഹം ഈ ഒരു ശബ്ദ സന്ദേശം അയക്കുന്നത്. ഇതിനകത്ത് അവർ പറയുന്നത് നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. കുറ്റ്യാടി ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ധാരണയെക്കുറിച്ചാണ് ഇതിനകത്ത് ജെയിംസ് സംസാരിക്കുന്നത്. കുറ്റ്യാടി ബ്ലോക്ക് പഞ്ചായത്തിലെ മരുതോങ്കര ഡിവിഷൻ വെൽഫെയർ പാർട്ടിക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ലിസ്റ്റ്, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രാദേശികമായി DCCക്ക് നൽകും. അതിനകത്ത് മരുതോങ്കര ഡിവിഷൻ ഒഴിച്ചുവെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചുവെക്കാൻ കാരണം, അത് ബ്ലാങ്ക് ആക്കാൻ കാരണം അവിടെ വെൽഫെയർ പാർട്ടിയുമായുള്ള ചർച്ച നടക്കുകയാണ്. വെൽഫെയർ പാർട്ടി ആ സീറ്റ് നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയോട് തന്നെ അതിൽ തീരുമാനമാകും. അതിനുശേഷം ആ ലിസ്റ്റ് അവിടെ ആ കോളം പൂരിപ്പിച്ച് നൽകാം എന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനോടാണ് KT ജെയിംസ് പറയുന്നത്. ഏതായാലും വലിയ വിവരം തന്നെയാണ്. കാരണം കോഴിക്കോട് ജില്ലക്കകത്ത് ഒരു കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ സഖ്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. KPCCയുടെ ഗ്രൂപ്പിനകത്ത് DCC പ്രസിഡന്റ് അയച്ച ആ ശബ്ദ സന്ദേശമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിനകത്തും UDFും ജമാഅത്തെ ഇസ്ലാമിയും വളരെ കൃത്യമായ സഖ്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സിജു, ഉടൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറ്റ്യാടി ബ്ലോക്കിലെ ഒരു ഡിവിഷനിലെ ധാരണ മാത്രമാണ്. നിലവിൽ എത്ര സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നുള്ള കണക്ക് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, അതോടൊപ്പം തന്നെ നഗരസഭയിൽ, ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ സമാനമായ സഖ്യം ഉണ്ടാകണം. അത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കണം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDFും തമ്മിൽ നടക്കുകയും ചെയ്യുന്നത്. സിജു, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലെ പല പഞ്ചായത്തുകൾക്കകത്തും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വളരെ കൃത്യമായ സഖ്യം ജമാഅത്തെ ഇസ്ലാമിയും UDFുമായിട്ട് ഉണ്ട്. അത് പക്ഷേ ഇത്തവണ പരസ്യമായി സമ്മതിക്കരുത് എന്ന് KPCCയുടെയും DCCയുടെയും ഒക്കെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം തീവ്രവർഗീയ കക്ഷികളുമായുള്ള UDFിന്റെ കൂട്ടുകെട്ടിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്, പ്രത്യേകിച്ച് മതസംഘടനകൾക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സഖ്യത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കേണ്ടതില്ല, സഖ്യം സംബന്ധിച്ചൊരു പ്രതികരണം നടത്തേണ്ടതില്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പല തവണയായി, നമുക്കറിയാം കഴിഞ്ഞ തവണ ലീഗിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് PMA സലാം തന്നെ ഈ സഖ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കൾ ആരും ഇതുവരെയും അത് തുറന്നു സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ KPCC അംഗം തന്നെ തന്റെ വാർഡിനകത്ത്, തനിക്ക് ചുമതലയുള്ള പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിനകത്ത് വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ച് വളരെ കൃത്യമായ അവർ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇത് പക്ഷേ ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഇന്റേണൽ ഗ്രൂപ്പിലെ സംസാരമാണ്. സിജു, ഒരിക്കലും ഇത് പുറത്തു പറഞ്ഞതല്ല. DCC പ്രസിഡന്റിന് അയച്ച വോയിസ് ശബ്ദ സന്ദേശമാണ്. അതാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലും കോൺഗ്രസിന്റെ നേതാക്കൾ പുറത്ത് പരസ്യമായി ഈ ഒരു സഖ്യം ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ശബ്ദരേഖ നമുക്ക് ലഭിക്കുന്നത്. സിജു.